അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇടയിലെ ചില മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെക്കുറിച്ച് പരാതിയുണ്ട്. എന്താണ് അവരുടെ പരാതി? വാർദ്ധക്യത്തിലെത്തിയ തങ്ങളുടെ മക്കൾ പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല. പ്രിയ മാതാപിതാക്കളെ, സഹോദരരെ, നമ്മുടെ മക്കൾ നമ്മൾ ഏത് പ്രായത്തിലായാലും നമ്മളെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 6-7 വചനങ്ങൾ. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നമുക്ക് ദൈവകൽപ്പനകൾ 10 ഈ 10 കൽപ്പനകളിൽ ആദ്യത്തെ 3 കൽപ്പനകളും മനുഷ്യൻ ദൈവത്തോട് പുലർത്തേണ്ടുന്ന ബന്ധമാണ്, ദൈവത്തോട് കാട്ടേണ്ട കടമയാണ്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഈ 3 കൽപ്പന കഴിഞ്ഞ് തൊട്ടടുത്ത കൽപ്പന എന്താണ്? മാതാപിതാക്കളെ ബഹുമാനിക്കണം. പ്രിയപ്പെട്ട സഹോദരരെ, മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ഈ ദൈവകൽപ്പനകളിൽ ആദ്യത്തെ 3 പഠിപ്പിച്ചാൽ, അത് പാലിക്കാൻ അവരെ പ്രേരിപ്പിച്ചാൽ, അവർക്ക് അതിന് ഉത്തേജനം നൽകിയാൽ തീർച്ചയായും അവർ 4-ാമത്തെ കൽപ്പന പാലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ 3 കൽപ്പനകളിൽ അവരെ പരിശീലിപ്പിക്കുക അവരുടെ കുട്ടിക്കാലത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ മക്കളെ രൂപീകരിക്കുമ്പോൾ മാതാപിതാക്കൾ ദൈവകൽപ്പനകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ആ ദൈവകൽപ്പനകളിൽ അവരെ ആഴപ്പെടുത്താനും ഇടവരത്തക്ക വിധം അവിടുത്തെ കൃപയുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.